കണ്ണൂരിലേക്കാണ്. കണ്ണൂർ RTO ഓഫീസിൽ ഏജന്റുമാർ വിലസുന്നു. നേരിട്ടും ഗൂഗിൾ പേ വഴിയും ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറുന്നത് പതിവാകുകയാണ്. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ 6 ഏജന്റുമാരാണ് പിടിയിലായത്. ഉദ്യോഗസ്ഥർക്ക് നൽകാനായി സൂക്ഷിച്ച 67,500 രൂപയും വിജിലൻസ് പിടികൂടി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 2,400 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്യും. രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി എന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് കണ്ണൂർ RTO ഓഫീസിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ വട്ടപൂജ്യം, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതോ ഏജന്റുമാരാണ്. എന്തായാലും സംഭവം വിജിലൻസ് കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. കണ്ണൂരിലെ RTO ഉദ്യോഗസ്ഥർ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ആദ്യം RTO ഓഫീസും പരിസരവും ഒന്ന് നന്നാക്കണം. കണ്ണൂർ RTO ഓഫീസ് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥരല്ല, മറിച്ച് ഏജന്റുമാരാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അതിന് തക്ക തെളിവാണല്ലോ ഇന്നലെ വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങളെ ലക്ഷ്യമിട്ട് പറക്കുന്ന ഏജന്റുമാർ ഉദ്യോഗസ്ഥരെ കാണാൻ അനുവദിക്കില്ല. അതിനു മുൻപ് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പണപ്പിരിവാണ് ഇവരുടെ പണി. ഏജന്റുമാർ കൈപ്പറ്റുന്ന പണത്തിന്റെ പകുതി പങ്ക് ഉദ്യോഗസ്ഥർക്കും. ഇന്നലെ നടന്ന പരിശോധനയിൽ 6 ഏജന്റുമാരുടെ കൈവശത്തു നിന്നും ഉദ്യോഗസ്ഥർക്ക് നൽകാനായി സൂക്ഷിച്ചിരുന്ന കണക്കിൽപ്പെടാത്ത 67,500 രൂപ വിജിലൻസ് പിടികൂടി. ഒരു RTO ഏജന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് 2,400 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും വോയിസ് മെസ്സേജും വിജിലൻസ് കണ്ടെത്തി. RTO ഓഫീസിന് പുറത്തെ കിയോസ്ക് കൗണ്ടറിന് സമീപം നിൽക്കുന്ന ആളുകളാണ് വലിയ സഹായങ്ങൾ ഓഫർ ചെയ്ത് പൊതുജനങ്ങൾക്കരികിൽ എത്തുക. എന്തായാലും പരിശോധനയും നിരീക്ഷണവും ഇവിടെ അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. വിജിലൻസിന്റെ പരിശോധനയിൽ 6 ഏജന്റുമാരും ഒരു ഉദ്യോഗസ്ഥനും വലയിലായിട്ടുണ്ട്. ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ചെറിയ മീനാണ്. ഇനി പിടികൂടാനുള്ളത് വലിയ മീനുകൾ. കണ്ണൂരിൽ നിന്നും ഷഹദ് റഹ്മാൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.